വർഷങ്ങൾക്ക് മുൻപ് വിദേശത്ത് വച്ച ഒരു പ്രശസ്ത വ്ളോഗർ ആത്മഹത്യ ചെയ്ത സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോഴും തീരാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ആ പെൺകുട്ടിയുടെ ഭർത്താവ് മെഹനു എന്ന വ്യക്തി ഇപ്പോൾ ഇതാ മറ്റൊരു വിവാഹം കഴിച്ചിരിക്കുകയാണ്. വിവാഹം കഴിച്ച് വെറും ഒരാഴ്ച മാത്രമാണ് പിന്നിട്ടിരിക്കുന്നത് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. റിഫ എന്ന പെൺകുട്ടി അധികം ആർക്കും മറക്കാൻ സാധിക്കില്ല. അത്രമേൽ പുഞ്ചിരിയുള്ള സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. റിഫയുടെ കണ്ണുകളിലാണ് എപ്പോഴും തീക്ഷ്ണതയുള്ളത്. അതുകൊണ്ട് ആർക്കും റിഫയെ പെട്ടെന്ന് മറക്കാനാകില്ല. ദുബായിൽ ഒരു പ്രശസ്ത വ്ളോഗർ ആത്മഹത്യ ചെയ്ത നിലയിൽ സ്വന്തം ഫ്ളാറ്റിൽ കണ്ടെത്തിയതിനെ തുടർന്നുള്ള വാർത്തകൾ വന്നതിന് പിന്നാലെ നിരവധി കാര്യങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിൽ അന്ന് ചർച്ച ചെയ്തിരുന്നത്. വിവാഹം കഴിക്കുമ്പോഴുള്ള റിഫയുടെ പ്രായം ഉൾപ്പെടെ പലതും അന്ന് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ദുബായിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു വ്ളോഗർ റിഫയെ അന്ന് കണ്ടെത്തിയത്. അന്ന് ഭർത്താവ് മെഹനാസിന് നേരെ നിരവധി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് മെഹനാസിന്റെ അവസ്ഥ അത്രമാത്രം കാഠിന്യമുള്ളതായിരുന്നു. പുലർച്ചെ കാസർഗോഡ് നിന്ന് മെഹനാസിനെ കോഴിക്കോട് കാക്കൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു പിന്നീട് വിട്ടയക്കുകയുമായിരുന്നു. മാർച്ച് 1 ദുബായ് ജാഫിലിയിലെ ഫ്ളാറ്റിൽ റിഫ മെഹനുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുഹൃത്തുക്കളോടൊപ്പം പുറത്തുപോയി തിരിച്ചെത്തിയ ഭർത്താവാണ് മൃതദേഹം ആദ്യം കണ്ടെത്തിയത്. തുടർന്ന് നാട്ടിലെത്തിച്ച മൃതദേഹം ഉടൻ തന്നെ മറവ് ചെയ്യുകയുമായിരുന്നു. പിന്നീട് പെരുമാറ്റത്തിലുൾപ്പെടെ റിഫയുടെ ഭർത്താവ് മെഹനാസ് അസ്വാഭാവികത കാണിച്ചു തുടങ്ങിയതോടെയാണ് കുടുംബാംഗങ്ങൾക്ക് സംശയം തോന്നിയത്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് മാതാപിതാക്കൾ പരാതിപ്പെട്ടതോടെയാണ് ഖബറടക്കിയ മൃതദേഹം പുറത്തെടുത്ത് മെയ് 7 പോസ്റ്റ്മോർട്ടം നടത്തിയത്. റിഫ തൂങ്ങി മരിച്ചതാണെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞത്. കഴുത്തിൽ കാണപ്പെട്ട അടയാളം തൂങ്ങി മരണമാണെന്ന നിഗമനം ശരിവയ്ക്കുന്നതുമാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മെഹനാസിന്റെ പീഡനമാണ് റിഫയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. മരിക്കുന്നതിന് തൊട്ട് മുൻപ് വരെയും സ്റ്റോറിയൊക്കെ പങ്കുവച്ചിരുന്ന റിഫയാണ്. അതുകൊണ്ട് തന്നെ റിഫ മരിക്കുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. എല്ലാവർക്കും ഒരു അതിശയമായിരുന്നു. സാമൂഹ്യ മാധ്യമമായ ഇൻസ്റ്റഗ്രാമിലൂടെ റിഫയും മെഹനാസും പരിചയപ്പെട്ട് ഒരുമിച്ചതൊക്കെ. വിവാഹിതരായ ഇരുവരും ജനുവരിയിൽ ദുബായിലെത്തി. അവിടെ ഒരു പർദ്ദ കമ്പനിയിൽ റിഫയ്ക്ക് ജോലിയും ലഭിച്ചിരുന്നു. കാസർഗോഡ് നീലേശ്വരം സ്വദേശിയാണ് മെഹനാസ്. റിഫ കോഴിക്കോട് സ്വദേശിയും. ഇരുവർക്ക് 2 വയസ്സുള്ളൊരു മകനുണ്ടായിരുന്നുവെന്ന്. ഇവനിന്ന് 4 വയസ്സാണ്. ഇപ്പോഴും റിഫയുടെ മകൻ അവരുടെ ഉമ്മയുടെയും അപ്പയുടെയും കൂടെയാണ്. ഇപ്പോഴും മെഹനാസിന്റെ അടുത്തേക്ക് കുഞ്ഞിനെ വിട്ടുകൊടുത്തിട്ടില്ല. മെഹനാസും ഇപ്പോൾ അതിന് വാശി പിടിക്കുന്നില്ല. മെഹനുടെ ഫോട്ടോയ്ക്ക് താഴെ ഇപ്പോൾ ഈ 2ാം വിവാഹത്തിന് താഴെ ഇത്ര പെട്ടെന്നെല്ലാം മറന്നോ എന്നും റിഫയെ ഓർക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് നിരവധി പേർ എത്തുന്നുണ്ട്. എന്നാൽ എനിക്ക് ജീവിക്കണ്ടേ എന്നാണ് ഇപ്പോൾ മെഹനാസ് ചോദിക്കുന്നത്. അവളെ ഓർത്തിരിക്കാൻ പറ്റുമോ? എൻ്റെ ജീവിതം എനിക്ക് നോക്കണ്ടേ? എനിക്ക് ജീവിക്കാൻ തോന്നി ഞാൻ ജീവിക്കുന്നു. ഇങ്ങനെയാണ് അന്ന് മെഹനാസ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. ഒരാഴ്ചയ്ക്ക് മുമ്പായിരുന്നു മെഹനാസ് ഈ പറഞ്ഞ പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരിക്കുന്നത്. 2ാം വിവാഹത്തിന് 2 വർഷം എടുത്തിരുന്നുവെങ്കിലും ഇതും വളരെ നിർണായകമായ കാര്യമാണെന്ന് പറഞ്ഞേ മതിയാകൂ. ഭാര്യ മരിച്ച് 4 വയസ്സുള്ളൊരു കുഞ്ഞുണ്ടായിട്ട് പോലും ആ കുഞ്ഞിനെ തിരിഞ്ഞു നോക്കാതെ മറ്റൊരു വിവാഹത്തിലേക്ക് പോയ മെഹനാസിന്റെ നേരെ തന്നെയാണ് ഇപ്പോഴും പ്രേക്ഷകർ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.